സമൂഹത്തിൽ ഉയർന്നുവരുന്ന ആടുൽപ്പന്നങ്ങളുടെ ആവശ്യകത ആടുവളർത്തലിന്റെ പ്രാധാന്യം കാണിക്കുന്നു. പാവപ്പെട്ട കർഷകരുടെ പശു എന്ന നിലയിലാണ് ആടറിയപ്പെടുന്നത്. ലളിതമായ പാർപ്പിടം, കുറഞ്ഞ തീറ്റച്ചെലവ്, പോഷകമൂല്യം അധികമുള്ള പാല്, വിലപിടിപ്പുള്ള ഇറച്ചി, തുകൽ, ഉയർന്ന രോഗപ്രതിരോധശേഷി, ലളിതമായ പരിപാലന മുറകൾ എന്നിവ ആടുവളർത്തലിന് അനുയോജ്യമായ ഘടകങ്ങളാണ്. എന്നാൽ മേച്ചിൽ സ്ഥലങ്ങളുടെയും പച്ചിലകളുടെയും അഭാവമാണ് ഇന്നൊരു പ്രതിസന്ധിയായി ഉയർന്നു വന്നിരിക്കുന്നത്. വൈവിധ്യമാർന്ന പരിതസ്ഥിതികളോട് ഇഴുകിച്ചേരാനുള്ള കഴിവും അതോടൊപ്പം പരിമിതമായ ഭൗതിക സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനം ലഭിക്കുവാനുമുള്ള സാധ്യത കൊണ്ടും ആടുവളർത്തലിന് കേരളീയരുടെ ഇടയിൽ മുഖ്യസ്ഥാനം കൈവന്നിട്ടുണ്ട്. 2007 സെൻസസ് പ്രകാരം 17 ലക്ഷം ആടുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കേരളത്തിൽ ഒരു വർഷം 3.5 ലക്ഷം ടൺ ആട് മാംസം ആവശ്യമായി വരുമ്പോൾ വെറും 2 ലക്ഷം ടൺ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. തുച്ഛമായ മുതൽ മുടക്കിൽ വിവിധ വായ്പാ പദ്ധതികളുടെ സഹായത്താൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ആടുവളർത്തൽ. കേരളത്തിലെ ആടുവളർത്തൽ മേഖല ദിനം പ്രതി ചുരുങ്ങി വരികയാണ്. ആടുവളർത്തലിനുള്ള സ്ഥലപരിമിതിയും ഗുണമേന്മയുള്ള ആട്ടിൻകുട്ടികളുടെ ദൗർലഭ്യവും ഈ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങളാണ്. ആട്ടിൻപാലിന്റെ ഔഷധമൂല്യം തിരിച്ചറിഞ്ഞതുമൂലം പാലിന്റെ ആവശ്യക്കാർ വർദ്ധിച്ചു വരുന്നു. ആട്ടിറച്ചിയുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ചുള്ള ഉൽപ്പാദനം നടക്കുന്നില്ല. ഡൽഹിയിൽ ലിറ്ററിന് 400 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ആട്ടിൻപാൽ 2013 ഡെങ്കിപ്പനി പടരുന്ന സമയത്ത് ലിറ്ററിന് 2500 രൂപയ്ക്കാണ് വിറ്റത്. ആട്ടിറച്ചിക്കും നമ്മുടെ നാട്ടിൽ നല്ല മാർക്കറ്റാണ്. സംസ്ഥാനത്തെ മൊത്തം മാംസോൽപാദനത്തിന്റെ 14% ആട്ടിറച്ചിയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. പ്രതിവർഷം 10 ലക്ഷത്തോളം ആടുകളെ നമ്മുടെ സംസ്ഥാനത്ത് അറവ് ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ആവശ്യമുള്ള ആട്ടിറച്ചിയുടെ ഒരു ഭാഗം മാത്രമേ നാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. പാലിനും ഇറച്ചിക്കും പുറമെ ആട്ടിൻകാഷ്ടവും നല്ലൊരു വരുമാന മാർഗമാണ്. സാധാരണയായി കേരളത്തിൽ 1-2 ആടുകളെയും അവയുടെ കുട്ടികളെയും മാത്രമായി കെട്ടിയിട്ട് വളർത്തുന്ന രീതിയാണ് പരമ്പരാഗതമായി കണ്ടുവരുന്നത്. എന്നാൽ 1-ൽ കൂടുതൽ ആടുകളെ വളർത്തേണ്ട സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതായി വരുന്നു. ഇവിടെയാണ് സന്ദേശ് 1 പ്രോജക്റ്റിന്റെ പ്രസക്തി വരുന്നത്. സന്ദേശ് 1 പ്രോത്സാഹിപ്പിക്കുന്ന ആട്ടിൻകൂടുകൾ നവീന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നിർമ്മിച്ചവയാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം കൂടുകൾ മനുഷ്യ അധ്വാനം കുറയ്ക്കുകയും ആടുപരിപാലനം എളുപ്പമാക്കി തീർക്കുകയും ചെയ്യുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ പറ്റമായി ആടുകളെ വളർത്തുമ്പോൾ 11 ആടുകൾക്കായി ഒരു കൂട് നിർമ്മിക്കും. കൂട് നിൽക്കാൻ ആവശ്യമായ വിസ്തീർണം 192 സ്ക്വയർ ഫീറ്റാണ്. കൈകാര്യം ചെയ്യാനുള്ള സ്ഥലം അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ 250 സ്ക്വയർ ഫീറ്റാണ് ആകെ വിസ്തീർണം. ആടുകൾക്ക് നിൽക്കാൻ ആവശ്യമായ സ്ഥലത്തിന്റെ വിസ്തീർണം 144 സ്ക്വയർ ഫീറ്റാണ്. 12 ഫീറ്റ് ബൈ 12 ഫീറ്റ് ബൈ 13 ഫീറ്റാണ് കൂടിന്റെ അളവ്. ആടുകൾക്ക് നിൽക്കാനുള്ള പ്രതലം നിർമ്മിച്ചിരിക്കുന്നത് നിലത്തുനിന്നും 3 അടി മുകളിലാണ്. ആടുകൾക്ക് തണുപ്പടിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ 80% പരിഹരിക്കാൻ പ്രത്യേകമായി തയ്യാറാക്കിയ ഈ പ്രതലത്തിന് സാധിക്കും. ഒരിക്കലും ആട് കിടക്കുന്ന സ്ഥലത്ത് മാലിന്യങ്ങൾ ഉണ്ടാവുകയില്ല. MS ഷീറ്റും MS ട്യൂബും ഉപയോഗിച്ചാണ് കൂടിന്റെ പ്രധാന ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. ആടുകൾക്ക് നിൽക്കുന്നതിനായി പ്ലാസ്റ്റിക് പ്ലാറ്റ്ഫോമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. PVC ഷീറ്റാണ് മേൽക്കൂര നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കൂടിനുള്ളിലെ ചൂട് കുറയ്ക്കുവാനും സഹായകമാകുന്നു. ഭക്ഷണത്തിനും വെള്ളത്തിനും ആവശ്യമായ ഫീഡറും ഡ്രിങ്കറും കൂടിനോടൊപ്പം ലഭ്യമാണ്. ആകെ 6 ഫീഡറുകളും 6 ഡ്രിങ്കറുകളുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. കൂടിന്റെ ഇരുവശങ്ങളിലുമായി ഇവ ക്രമീകരിച്ചിട്ടുണ്ട്. ആട്ടിൻകാഷ്ടവും മൂത്രവും നീക്കുന്നതിനായുള്ള വേസ്റ്റ് ട്രേ പ്ലാസ്റ്റിക് പ്ലാറ്റ്ഫോമിന് അടിയിലായി സജ്ജീകരിച്ചിരിക്കുന്നു. ആറടി 4 അടി അളവിലുള്ള 10 mm കട്ടിവരുന്ന മെറ്റീരിയൽ കൊണ്ടാണ് വാതിൽ നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ സൗകര്യത്തിനായി കൂടിനെ 3 ചെറിയ മുറികളായി തരംതിരിച്ചിരിക്കുന്നു.
ആദ്യത്തെ മുറി മുട്ടനാടിനു വേണ്ടിയും, രണ്ടാമത്തെ മുറി ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും, മൂന്നാമത്തെ മുറി ഗർഭിണികളായ ആടുകളെ വരെ ഉൾക്കൊള്ളിക്കാൻ സൗകര്യത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 10 പെണ്ണാടുകളും ഒരു ആണാടും ഉൾപ്പെടുന്ന മികച്ച ഇനം മലബാറി ആടുകളെയാണ് സന്ദേശ് വൺ വഴി ലഭ്യമാക്കുന്നത്. ഈ പദ്ധതി നന്നായി നോക്കി നടപ്പാക്കിയാൽ ഒരു വർഷം ഏകദേശം 1,20,000 രൂപ വരുമാനമായി ലഭിക്കുന്നു. അത്യാധുനിക രീതിയിലുള്ള ആട് കൃഷി നമ്മുടെ നാട്ടിൽ ഏറെ അനുയോജ്യമാണ്. ഒരിക്കലും ആടിന്റെ വിലയോ ആട്ടിൻ പാലിന്റെ വിലയോ കുറഞ്ഞിട്ടുള്ളതായി കാണുന്നില്ല. ആട് കൃഷി ചെയ്യുന്നതിന് നല്ല ശ്രദ്ധ ആവശ്യമാണ്.